തലൈവൻ തലൈവി നമ്മുടെ വിജയ് സേതുപതി നിത്യ മേനോൻ അഭിനയിച്ച തലൈവൻ തലൈവി ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ എപ്പോഴും സിനിമ കാണുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൊടുക്കുമല്ലോ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന്. അതേപോലെ ഒരു വാണിംഗ് തരാം, മേക്ക് ഷുവർ യു ഫിൽ യുവർ ടമ്മി. കട്ട് അടിച്ചിട്ട് വയറ് ഫുള്ളാക്കിയിട്ട് മാത്രമേ ഈ സിനിമ കാണാൻ പോകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ദുഃഖിക്കും. എസ്പെഷ്യലി ഈ രാത്രിയാണ് കാണുന്നെങ്കിൽ. ഞാൻ 2 മണിക്കായിരുന്നു കണ്ടത്, ദുഃഖിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്. ഈ സിനിമയിൽ ഒരു പൊറോട്ടയുടെ കുറച്ച് സീൻസ് ഉണ്ട്, കിട്ടു പറഞ്ഞ വൻ കിട്ടു, വായയിൽ കപ്പലോടും എന്നൊക്കെ വേണമെങ്കിൽ പറയാ. മനുഷ്യന്മാരോട് ഇത്ര ദ്രോഹം നിങ്ങൾ എന്തായാലും ചെയ്യരുത്. അടിപൊളിയായിരുന്നു. രാത്രിയൊക്കെ ഇത് കണ്ടിട്ട് വിശന്നു കഴിഞ്ഞാൽ ആര് കൊണ്ടുവന്ന് തരാനാണ് പറഞ്ഞിട്ടാണ്. കിട്ടു സീനായിരുന്നു കേട്ടോ. ഈ സിനിമയുടെ പല സ്ഥലത്തും എനിക്ക് ഇഷ്ടാവാത്തത് പോലും ഈ ഒരു സീൻ ആലോചിച്ചിട്ട് എനിക്ക് അതിന്റെ അഭിപ്രായം ഞാൻ മാറ്റി. അത്രയും കിടുവാണ്. എസ്പെഷ്യലി അതിൽ നിത്യ മേനോന്റെയും വിജയ് സേതുപതിയുടെ എക്സ്പ്രഷൻസ് അടിപൊളിയായിരുന്നു. കിടു സീനായിരുന്നു. ഇനി അങ്ങനത്തെ കുറച്ച് സീൻ ഇതിൽ കൊണ്ടുവയ്ക്കായിരുന്നില്ലേ? ഏകദേശം 2-2.5 മണിക്കൂറുണ്ട്. ഒരു മണിക്കൂർ ആ പൊറോട്ടയുടെ സീൻ വെച്ചാൽ ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. അത്രയും അടിപൊളിയാണ്. സൂപ്പർ സീനായിരുന്നു. സോ ഈ സിനിമ പറയുന്ന സാർ ദിസ് ഇസ് സോ ലൗഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഓവർ ആക്ടിങ് ഡിമാൻഡ് ചെയ്യുന്ന, ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ നെഗറ്റീവും അതേപോലെ പോസിറ്റീവും. ചില സമയത്തൊക്കെ ഫൺ ആയിരുന്നു, പക്ഷെ അധികമായാൽ അമൃതും വിഷം എന്ന് പറയില്ല. അതേപോലെ ഈ സാധനം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന വെറുപ്പിച്ച് ഉയരെടുക്കുന്ന വേണമെങ്കിൽ പറയാം. കുറെ സീൻ അങ്ങനെയാണ്. സോ ഈ സിനിമ തുടങ്ങിയിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ ഒരു സീക്വൻസ് ഉണ്ട്. അത് ആദ്യമൊക്കെ രസമായി തോന്നി. യോഗി ബാബു വരുന്നുണ്ട്, വിജയ് സേതുപതി വരുന്നുണ്ട്, ചെമ്പൻ വിനോദ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ക്ഷമയുടെ നെല്ലിപ്പടി അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ പൊറോട്ടയുടെ സീന് വന്നത്. അപ്പൊ എന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ മാറി. പിന്നെ ഈ വിജയ് സേതുപതിയും അതേപോലെ നിത്യ മേനോന്റെ റൊമാൻസും അവരുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കണ്ടിരിക്കുക, കോമഡി എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ ഒരു ലൂപ്പിൽ പെട്ട അവസ്ഥയായിരുന്നു. ഈ വിജയ് സേതുപതിയും നിത്യ മേനോനും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നു. നിത്യ മേനോൻ ബാഗ് എടുത്ത് വീട്ടിൽ പോണു, വിജയ് സേതുപതി ഒലിപ്പിച്ച് പിന്നാലെ പോണു. റിപ്പീറ്റ് വന്താ സുട്ടാ പോണ റിപ്പീറ്റ്, വന്താ സുട്ടാ പോണ റിപ്പീറ്റ്. ഇതേ സാധനം തന്നെ ഇതിലുള്ളത്. ആൻഡ് ഈ സിനിമ ഡിറക്ഷൻ, ഡയലോഗ്, സ്ക്രിപ്റ്റ്, ആ സ്ക്രീൻ പ്ലേ എല്ലാം പാണ്ഡിരാജാണ്. കഥയുണ്ട് എന്നൊന്നും പറയരുത്. ഈ സിനിമയ്ക്ക് കഥയും കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റിൽ ഈ പൊറോട്ട സീക്വൻസ് കാണാൻ വേണ്ടി മാത്രം കാണാം. അത്രയ്ക്ക് വെറുത്താണ് ആ സാധനം. ആൻഡ് ഇതിൽ വിജയ് സേതുപതിയുടെ അമ്മയായിട്ട് ചെയ്ത ആ സ്ത്രീയൊക്കെ വെറുപ്പിച്ച് മനുഷ്യന്റെ ഉയരെടുത്തിരുന്നു. ആ സ്ത്രീ, വിജയ് സേതുപതിയുടെ അനിയത്തിയായിട്ട് ചെയ്ത ആ സ്ത്രീ, അതേപോലെ തന്നെ ചെമ്പൻ വിനോദിന്റെ ഭാര്യ, എല്ലാരും നല്ല വൃത്തിക്ക് വെറുപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഈ അടുത്ത് തമിഴ് സിനിമയിലൊക്കെ പുതിയൊരു ആക്ടറെ കാണാം, ഒരു സ്ത്രീ. എവിടെ കുശുമ്പും കുന്നായ്മയും പറയണം, അവിടെ അയമയുണ്ട്. അയമി ഈ സ്ത്രീയിൽ അല്ല, ഈ സിനിമയിലുണ്ട്. യോഗി ബാബു ഉണ്ട്. യോഗി ബാബുവിന് വലുതായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇടയ്ക്ക് 2 കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ചിരി ഇടാം. വിജയ് സേതുപതി നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, നിത്യ മേനോൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഈ സാധനം റിപ്പീറ്റ് ആയി കണ്ടോണ്ടിരിക്കാനാണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത് ആ ഭാഗമൊക്കെ. സ്റ്റിൽ പൊറോട്ട സീക്വൻസിന് വേണ്ടിയിട്ടും കുറച്ച് ഫൺ എലമെന്റ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ആവറേജ് പടം എന്നൊക്കെ പറയും. സോ ഇത് മറ്റേ ഫാമിലി സീരിയൽ സംഭവം തന്നെയാണ് പാണ്ഡിരാജിന്റെ. സോ കുറച്ചും കൂടി സ്ക്രിപ്റ്റ് ഒക്കെ നന്നാക്കിയിട്ട് വെച്ച് കിടു പടം കൊണ്ടാണ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഭയങ്കര ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്ന സിനിമയാണ്. സോ കണ്ടു നോക്കുക. ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടം. ഇത് കണക്ട് ആവുന്ന ആൾക്കാരുണ്ട്. വീട്ടിലെ ഫാമിലി ഇഷ്യൂസ്, അതായത് ഭാര്യയും അമ്മായിയമ്മയും തമ്മിൽ ചേരില്ല, അതേപോലെ തന്നെ അമ്മായിയമ്മയും മരുമകനും തമ്മിൽ ചേരില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഈ സിനിമ കണക്ട് ആവും. പേഴ്സണലി എനിക്കിപ്പോൾ ആ ഒരു സ്റ്റേജ് എത്താത്തതുകൊണ്ട് എനിക്ക് കണക്ട് ആയിട്ടില്ല. സോ വേണ്ടവർ കണ്ടു നോക്കാം. ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ്. സോ വാച്ച് ആൻഡ് ഡിസൈഡ്.